നമസ്കാരം, മോട്ടോഴ്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിരിക്കുന്ന ഈ വാഹനം എന്ന് പറയുന്നത് മാരുതിയുടെ ഏറ്റവും പുതിയ XL6 എന്ന മോഡലാണ്. വന്ന് കയറി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടിങ്ങനെ സൂചിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇൻട്രോ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ അയക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. രണ്ടായിരത്തി 19 മാരുതി XL6 എന്ന വാഹനത്തെ നമുക്ക് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത്. ഇത് പരിചയപ്പെടുത്തിയപ്പോൾ എർട്ടിക എന്ന മാരുതി നിലവിലുള്ള വാഹനത്തിന്റെ ഒരു ചേട്ടൻ, ഒരു പരിഷ്കരിച്ച രൂപം എന്ന രീതിയിൽ തന്നെയായിരുന്നു. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഈ വാഹനത്തിനുണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം വിറ്റിരുന്നത് നെക്സ ചാനൽ വഴി മാത്രമാണ്. അതായത് മാരുതിയുടെ പ്രീമിയം കാറുകൾ വിൽക്കാറുള്ള നെക്സ ചാനൽ വഴി മാത്രമാണ് XL6 എന്ന വാഹനം വിറ്റിരുന്നത്. കാണുമ്പോൾ തന്നെ തോന്നുന്നത് പോലെയുള്ള ഒരു പരിഷ്കരിച്ച ഒരു മോഡൽ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ലുക്കാണ് ഈ വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേകത. തികച്ചും എർട്ടികയിൽ തന്നെ രൂപവൽക്കരിച്ച് അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്ത അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. എന്ന വാഹനം ഇപ്പോൾ വരേണ്ട, അല്ലെങ്കിൽ ഒരു പരിഷ്കരിച്ച മോഡൽ വരേണ്ടത് അത്യാവശ്യമായ കാലഘട്ടമാണ്. കാരണം മറ്റൊന്നുമല്ല, തൊട്ട് എതിരാളിയായ കിയ കാരൻസ് എന്ന മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മോഡലിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കിയ കാരൻസ് വന്നപ്പോഴത്തേക്കും കുറേ അധികം ഫീച്ചേഴ്സിന്റെ ഒരു കെട്ടുമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനെ ഒന്ന് തടുത്തു നിർത്താൻ, അല്ലെങ്കിൽ എതിരാളിയായിട്ട് നിൽക്കണമെങ്കിൽ താൻ തീർത്തും ഒരു പരിഷ്കരിച്ച വേരിയന്റായിട്ട് വരണം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടായിരിക്കണം ഇപ്പോൾ XL6നെ ഒരു പുതിയ വേരിയന്റാക്കി മാരുതി ഇറക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഒരു എതിരാളി എന്ന് പറയുന്നത് എർട്ടിക തന്നെയായിരുന്നു. അത് സ്വന്തം കുടുംബത്തിൽ തന്നെയാണ്. അപ്പോൾ എതിരാളി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഒരു 7 സീറ്റർ അല്ലെങ്കിൽ 6 സീറ്റർ വാഹനം ഇറങ്ങുമ്പോഴത്തേക്കും അത് എപ്പോഴും കമ്പാരിസൺ വരുന്നത് ഇന്നോവ എന്ന വേരിയന്റ് വെച്ച് തന്നെയായിരിക്കും. പക്ഷേ അത്രമാത്രം കടപിടിക്കാൻ പറ്റുമോ എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നോവ എന്തുകൊണ്ടും ഇതിനേക്കാൾ പ്രൈസിന്റെ കാര്യത്തിൽ വളരെ 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 മുന്നിൽ നിൽക്കുന്ന വാഹനമാണ്. അതിന്റെ ഒരു 2-3 XL6ന്റെ ക്യാഷ് കൊണ്ടാണ് ഒരു ഇന്നോവ മേടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, XL6ഉം ഇന്നോവ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 300 മില്ലിമീറ്ററിന്റെ വ്യത്യാസം വാഹനത്തിന്റെ നീളത്തിൽ വരുന്നുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വീൽ ബേസ് നിസാര വ്യത്യാസം, അതായത് 10 മില്ലിമീറ്റർ താഴെയാണ് വീൽ ബേസ് വരുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വാഹനത്തിന്റെയും ഇന്റീരിയറിലെ സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാനായിട്ട് നമുക്ക് എമിക്സിനെ വിളിക്കാം. എമിക്സ് ഇവിടെ ഉണ്ട്. എമിക്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ? പുതിയ വണ്ടി നമുക്ക് നല്ല വിശേഷം. നമുക്ക് പുതിയൊരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റഡ് മോഡലാണ് വരുന്നത്. അപ്പൊ വണ്ടിയുള്ള ചായയാണ് ബലന വന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വണ്ടി ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ബലേനോ കൊണ്ടുവന്ന പോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷം വന്നൊരു വണ്ടിയാണ് ഈ പറയുന്ന XL6. XL6-ന്റെ ഫ്രണ്ട് ഗ്രില്ല് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു സീപ്പിംഗ് എക്സ്പാർ വിത്ത് ക്രോമിയോ എലമെന്റ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. അത് കുറച്ചുകൂടി വണ്ടിയുടെ ഒരു ബോൾഡ് ലുക്ക് കൂട്ടാൻ സഹായമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ റിവ്യൂ ഇപ്പൊ ചെയ്യുന്നത് XL6ന്റെ സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എത്ര മോഡൽസ് നിലവിൽ വരുന്നുണ്ട്? ഏതൊക്കെ നമുക്ക് നിലവിൽ പഴയ വേരിയന്റ് വെച്ച് നോക്കുമ്പോൾ സീറ്റ ആൽഫ പ്ലസ് തന്നെ ഡുവൽ ടോണും വരുന്നുണ്ട്. പണ്ട് രണ്ട് വേരിയന്റ് ആണ് ഉണ്ടായിരുന്നത്. പണ്ട് സീറ്റയും ആൽഫ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സീറ്റ ആൽഫ പ്ലസ് തന്നെ ഡുവൽ ടോണും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന വണ്ടി സീറ്റ ആണ്. നമുക്ക് ആൽഫയുടെ കുറച്ചേരം കഴിയുമ്പോൾ അതും ചെയ്യാം. അതിന്റെ കാണിച്ചു. അപ്പൊ നമ്മൾ മുമ്പ് XL6ന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന് ഒത്തിരി മാറ്റങ്ങളാണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. പൊതുവെ കാണുമ്പോഴുള്ള മാറ്റമല്ല, അകത്തേക്ക് കയറുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട മാറ്റങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു ബോൾഡ് ലുക്ക് കുറച്ചുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ടില്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള പരാതിയായിരുന്നു 15 ഇഞ്ച് അലോയിലാണ് വണ്ടി, ചെറുതാണ്, കെട്ടോളം പോലെ ഇരിക്കും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ. അപ്പൊ ആ ഒരു വിഷയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് 16 ഇഞ്ച് വന്നിട്ടുണ്ട്. 16 ഇഞ്ച് മാത്രമല്ല, അത് ഡുവൽ ടോൺ അലോയ് ആക്കിയിട്ടുണ്ട്. നേരത്തെ സിംഗിൾ ടോൺ ഒരു ബ്ലാക്ക് ഗ്ലോസി അലോയ് ആയിരുന്നു വന്നിട്ടുണ്ട്. അത് മാറ്റിയതിനു ശേഷം നമുക്കൊരു 16 ഇഞ്ച് ഡുവൽ ടോൺ അലോയ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വണ്ടിയുടെ ഒരു എന്താ പറയുക, ഒരു റോഡ് പ്രസൻസോ അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു റൂഫ് ബ്ലാക്ക് ക്ലാഡിങ്ങും ആ ഒരു വീലും വരുമ്പോഴത്തേക്ക് ഒരു നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വണ്ടി ഒരു
നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരു ചെറിയ ടയർ ആകുമ്പോൾ ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് വലിയ വണ്ടിക്ക് ഒരു ചെറിയ ടയർ ആണല്ലോ എന്നൊരു തോന്നൽ വരും. എന്നാൽ നമുക്ക് എന്താ പറയുക ഈസ് ഓഫ് എൻട്രി വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അന്ന് ആ ടയറിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് കയറാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടുമില്ല. പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു റൂഫ് റെയിൽ നേരത്തെ ഉണ്ടായിരുന്നു. റൂഫ് റെയിലിന്റെ കൂടെ തന്നെ എല്ലാവർക്കും ആവശ്യം പെട്ടുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഷാർക്ക് ഫിൻ ഹാൻഡിൽ. മാരുതിക്ക് ഷാർക്ക് ഫിൻ ഹാൻഡിൽ ഇല്ലെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ആ പരാതി അങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബാക്കിലത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പലരും മോഡിഫൈ ചെയ്ത് കാണാറുണ്ട്. മോഡിഫൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ചൊരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു പ്രീമിയം ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു സ്മോക്കി ഫിനിഷ്. ഇവിടെ ഒരു സ്മോക്കി ഗ്രേ ഫിനിഷ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. സ്മോക്കി ഒരു ഫിനിഷ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിൽ സാധാരണ പോലെ തന്നെ നമുക്ക് പഴയ വണ്ടി പോലെ വരും. അതിനകത്ത് ഒരു ക്രോമിയം ഫിനിഷ് ആഡ് ഓൺ ആയിട്ടുണ്ട്. ഗ്ലോസി ആയിട്ട് ലെവലിലേക്ക് ഒരു ക്രോമിയത്തിന്റെ അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ഒരു സെഗ്മെന്റിനകത്ത് വരുന്ന സംഭവങ്ങളാണ് ക്രോമിയം ഫിനിഷ്. കൂടുതലും നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ക്രോമിയം ഫിനിഷ് കയറി വരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പുറമേ ഉള്ള ഒരു സീറ്റയിലെ കാഴ്ചക്കകത്ത് വരുന്ന ഒരു വ്യത്യാസം വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ഇന്റീരിയർ നോക്കാം. യെസ്, നല്ല വിശാലമായ രീതിയിൽ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു അപ്പൊ അകത്തെ കാഴ്ചയിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് കാര്യമായി മാറ്റം വരുന്നത്? വാഹനത്തിന്റെ അകത്തേക്ക് ഇതിപ്പോ സീറ്റൊക്കെ നമുക്ക് ഒരുപാട് കാര്യമായിട്ട് മാറ്റം പറയാനില്ല. എങ്കിലും ഇതിനകത്ത് നമുക്ക് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിയിലുള്ള പോലെ തന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾസ്, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ, മ്യൂട്ട് ചെയ്യാൻ, ചാനൽ മാറ്റാൻ, അങ്ങനത്തെ എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാം നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്റ്റോൺ ഫിനിഷ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡാണ് വരുന്നത്. അതിന്റെ മുകളിലായിട്ട് നമുക്കൊരു സ്മാർട്ട് പ്ലേ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കയറി വരുന്നുണ്ട്. അപ്പൊ ആൽഫയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊരു വലിയ സ്ക്രീൻ ആയിരിക്കും. വലിയ സ്ക്രീൻ ആയിരിക്കും. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ നമ്മുടെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ പ്രോ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആയിരിക്കും വരുന്നത്. അതിനകത്ത് മറ്റേ 360 ക്യാമറയൊക്കെ വരുന്ന രീതിയിലാണ് അത് ഇത് ചെയ്തത്. മാത്രമല്ല നമുക്ക് ആ വേരിയന്റിലെല്ലാം നമുക്ക് എന്താ പറയണേ, സുസുക്കി കണക്ട് എന്ന് പറഞ്ഞൊരു 3 year സബ്സ്ക്രിപ്ഷൻ ഫ്രീയോടുകൂടി നമുക്കൊരു സുസുക്കി കണക്റ്റും കൂടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലൈവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിന്റെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് നെക്സ്പ്രഷൻ, നെക്സ്പീരിയൻസ്, നെസ്റ്റെക്, അങ്ങനെ 3 പില്ലേഴ്സ് വെച്ചിട്ടാണ് അവർ ആ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് പറയുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക, നെക്സയുടെ ആ വണ്ടിയുടെ ഒരു എക്സ്പ്രഷൻ, നമ്മുടെ ആ വണ്ടിയുടെ ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു എക്സ്പ്രസീവ്നെസ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, കുറച്ചുകൂടി ബോൾഡ് ആക്കിയിട്ടുണ്ട്. നെസ്റ്റെക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, 360 ക്യാമറ, സുസുക്കി കണക്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്നോളജി വൈസ് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്താണെങ്കിൽ പോലും ഒരു 40+ ആഡ് ഓൺ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത്, അതായത് 40+ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഇതിന്റെ ടോപ്പ് എൻഡിനകത്ത് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരുപാട് മാറ്റം കൊണ്ടുവരും. നമുക്ക് എൻജിൻ ഓഫ് ചെയ്യാം, അതുമാതിരി നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ജിയോ ഫെൻസ്, നമ്മുടെ വണ്ടി ആ ഒരു സർക്കിൾ നമ്മൾ സെറ്റ് ചെയ്തിടുവാണെങ്കിൽ സർക്കിളിന് പുറത്ത് ആരെങ്കിലും വണ്ടി കൊണ്ടുപോകണമെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ എൻജിൻ മീൻസ് ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് റേഷ്യോ അറിയാൻ പറ്റും. അങ്ങനെ A-Z വണ്ടീനെ സംബന്ധിച്ച് A-Z കാര്യങ്ങൾ അത് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ മൊബൈലിൽ അറിയാൻ പറ്റും. അങ്ങനെയാണ് അതിന്റെ ഒരു നെക്സ്റ്റ് ടെക് വരുന്നത്. പിന്നെ നമ്മുടെ മറ്റേ എക്സ്പീരിയൻസ് വരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസ്, അതായത് ഗ്ലോബലി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നെക്സ ഷോറൂമിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നെക്സയുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ XL6 നമുക്ക് ലഭിക്കുന്നു. ഈ 3 പില്ലർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു വണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിനിഷ് കണ്ടില്ലേ, ഈ ഫിനിഷിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ പണ്ടത്തെ വണ്ടിയൊക്കെ? സ്റ്റോൺ ഫിനിഷ് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്.
ഇത് കുറച്ച് പ്രീമിയം പഴയ എന്താ പറയണ നമ്മുടെ ഒരു എന്താ പറയണ പണ്ടത്തെ ഫിനിഷ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണത്. പഴയ നമ്മുടെ മെഴ്സഡീസിനകത്തൊക്കെ നോക്കി കാണാം, ഈ സ്റ്റോൺ ഫിനിഷ് ഒരുപാട് കാണാൻ പറ്റും. സ്റ്റോൺ ഫിനിഷ് ഇവിടെ ഡാഷ്ബോർഡിൽ മാത്രമല്ല സൈഡിൽ ഡോറിന്റെ സൈഡിൽ നമുക്ക് വരുന്നുണ്ട്, ഡോർ പാഡിലും വരുന്നുണ്ട്. അതൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടി. പിന്നെ നമുക്ക് പുതിയ എഞ്ചിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എഞ്ചിന്റെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എഞ്ചിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എഞ്ചിന്റെ പവറും ടോർക്കും വ്യത്യാസം വന്നിട്ടുണ്ടോ കേസ്. അത് മൈലേജ് കൂട്ടാൻ വേണ്ടി, നേരത്തെ വണ്ടീനേക്കാളും മൈലേജ് കൂടാൻ വേണ്ടി പവറും ടോർക്കും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 6 ഗിയർ 80 ആക്കിയിട്ടുണ്ട്. നേരത്തെ 4 ഗിയർ 80 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതെ, അപ്പൊ പഴയ ആൾക്കാർക്കൊരു പരാതി ഉണ്ടായിരുന്നു, 4 ഗിയർ 80 ഉള്ളൂ, മൈലേജ് വിഷയമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല. ആ ഒരു രീതിയിൽ വ്യത്യാസം വരുന്നിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ മാനുവല് സെയിം 5 ഗിയർ 80 തന്നെ, പക്ഷെ എഞ്ചിന്റെ പവറും ടോർക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് പവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 കിലോവാട്ട് അറ്റ് 6000 RPM-നകത്ത് പവർ വരുന്നുണ്ട്. ടോർക്ക് വരുന്നത് 136.8 NM അറ്റ് 4400 RPM ആണ് ടോർക്ക് വരുന്നത്. അതെ, അതുപോലെ നമുക്ക് ആ ബലേനോയിലെ കണ്ട് ശീലിച്ച ആ ഒരു 1.2 ലിറ്റർ ഡ്യുവൽ ജെറ്റ് എഞ്ചിനായിട്ട് അതിന്റെ കൺവേർഷൻ ആയിട്ട് 1.5 ലിറ്ററിലേക്ക് ഡ്യുവൽ ജെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ഓരോ സിലിണ്ടറിലും ഓരോ 2 ഇഞ്ചക്ടർ വെച്ചിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആ മൈലേജ് ഇൻക്രീസ് ചെയ്യും. ഡ്യുവൽ ജെറ്റ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജിനകത്തും കാര്യമായിട്ട് നല്ല വ്യത്യാസം വരും, പെർഫോമൻസിനകത്തും വ്യത്യാസം വരും. എത്ര മൈലേജ് പറയുന്നത്? മൈലേജ് കമ്പനി പറയുന്ന മൈലേജ് നമുക്ക് കിട്ടണമെന്നില്ല, എങ്കിലും കമ്പനി നമുക്കിപ്പോൾ ക്ലെയിം ചെയ്യുന്നത് 20.97 മാനുവലിനും 20.27 ഓട്ടോമാറ്റിക്കിനുമാണ് മൈലേജ് പറയുന്നത്. നമുക്കൊരു എന്താണെങ്കിലും ഒരു 18 അടുത്ത് മൈലേജ് കിട്ടും. പഴയ XL6 18 ആ റേഞ്ചിലാണ് മൈലേജ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കൊരു 16-17 ഒരു 2 കിലോമീറ്റർ താഴെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതും 20 പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും 18 അടുത്ത് മൈലേജ് കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. കാരണം നമുക്ക് ടെസ്റ്റ് വണ്ടികൾക്കൊക്കെ ആ രീതിയിൽ വലിയ വ്യത്യാസം വരാറില്ല. മാരുതിയിൽ പറയുന്ന മൈലേജുമായിട്ട് വലിയ വ്യത്യാസം വരാറില്ല. 1-2 കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസം. അത് നമ്മുടെ റോഡിന്റെ ആണ് കേട്ടോ, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റോഡിന്റെ ആണ്. നമുക്ക് റോഡിന് വീതി കൂടുന്നില്ല, നല്ല റോഡുകളില്ല, ഫെസിലിറ്റീസ് കുറവാണ്, മൈലേജ് കൂടും. ഇപ്പൊ ഈവൻ നമ്മുടെ അതല്ല, നമ്മുടെ തൃശ്ശൂർ റോട്ടിട്ട് കയറിയാൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. 4 വരി പാതയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ക്ലസ്റ്റർ ചെറിയ ചേഞ്ച് ആയിട്ടുണ്ടല്ലേ? ക്ലസ്റ്റർ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിറവശത്ത് കിടക്കുമ്പോഴത്തേക്കും ഡോർ ഏകദേശം 90 ഡിഗ്രി ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഓൾമോസ്റ്റ് അതിനടുത്ത് എത്തുന്നുണ്ട്. പിന്നെ നല്ല ക്ലിയറൻസ് വരുന്നുണ്ട്, എന്നാലും വലിയ പാടില്ലാത്ത രീതിയിൽ കാല് നമുക്ക് സുഖമായിട്ട് എടുത്ത് വെച്ച് കയറാൻ സാധിക്കും. ഇത് വളരെ സുഖപ്രദമായൊരു സീറ്റാണ്. നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് പുറത്ത് റിക്ലൈൻ ചെയ്യാൻ പറ്റും. സെമി സ്ലീപ്പർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും, ഇത്ര സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു സുഖകരമായ രീതിയാണ്. ലോങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, സെമി സ്ലീപ്പർ ആയിട്ട് പോകാൻ പറ്റും. അതേമാതിരി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റും. നമുക്ക് സെക്കൻഡ് റോയിട്ട് കയറിയിട്ട് പോലും നമുക്ക് കാല് മുട്ടുന്നില്ല. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ആദ്യം പറഞ്ഞവർ തന്നെ ഇന്നോവയുടെ ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുള്ളൂ. അല്ല, ഈ ഒരു സീറ്റൊക്കെ പക്കം പറഞ്ഞാൽ ഇന്നോവയുടെ കടപിടിക്കുന്ന സീറ്റുകൾ തന്നെയാണ്, ഒന്നും പറയാനില്ല കാര്യത്തിലൊന്നും. ഇത് നല്ല സുഖകരമായ യാത്ര, സിംഗിൾ ക്യാപ്റ്റൻ സീറ്റ് യാത്ര എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ വണ്ടിയിൽ ഏറ്റവും ഇരിക്കാൻ സുഖമുള്ളത് നടുക്കാണല്ലേ? നമുക്ക് ഒട്ടും കുലുക്കോ അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല മേളിലൊരു ഇത് വരുന്നുണ്ട്, റിയർ ഏസിമെന്റ്സ് വരുന്നുണ്ട്. അത് വിത്ത് 4 ടൈപ്പ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ബാക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ റീഡിംഗ് ലാമ്പ് ചെറുതായിട്ടൊരു കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാമ്പ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആക്കാമെന്ന് തോന്നാറുണ്ട് പല വണ്ടികൾക്ക്. ഈ ഒരു മഞ്ഞ ലൈറ്റ് കുറെ നാളായിട്ടുണ്ട്, വൈറ്റ് ആക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് ആക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട്. പുതിയ XL6നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ബോഡി റോളും സസ്പെൻഷനും ഒത്തിരി മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് യാത്രാസുഖത്തെ കൂടുതൽ ഒരു നല്ല അനുഭൂതിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും. പിന്നെ ബാക്കിൽ നമുക്കൊരു ചാർജിങ് സോക്കറ്റ്, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ ഫോൺ ക്യാരി ചെയ്യാൻ പറ്റും. ചാർജിനിട്ടതിന് ശേഷം ഇവിടെ തന്നെ വെക്കാവുന്ന രീതിയിൽ 2 ഫോൺ നമുക്കിവിടെ ഒരു മൾട്ടി
ചാർജിങ് സോക്കറ്റ് വെക്കുന്നെങ്കിൽ 2 ഫോൺ വരെ ചാർജിങ്ങിന് ഇടാൻ പറ്റും. ഓക്കെ. അപ്പോൾ പറഞ്ഞ് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അത്യാവശ്യം മാരുതി വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ബലനെ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ടെക്നോളജി വൈസ് ആയിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓക്കെ. എന്നാൽ നമുക്ക് സൺറൂഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും നെക്സ വണ്ടികളിൽ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് അതിന്റെ കാലാവസ്ഥയുടെ ഇതും അല്ല, ഇന്ത്യയിൽ സൺറൂഫിന്റെ ആവശ്യത്തെയും പറഞ്ഞിട്ട് പൊടിയന്ത്രം തന്നെയാണത്. അല്ലാതെ വേറെ അത് മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞ ബാക്ക് സീറ്റിലേക്ക് വരുന്ന ചാർജർ പോർട്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ കൊണ്ടുവന്നത് അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. കാരണം നല്ലപോലെ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്, അത് കൊണ്ടുവരാനും പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് തീർത്തും വലിയ കാര്യം തന്നെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുറകിലത്തേക്ക് കിടക്കാം. അകത്തുവഴി പോകാൻ പറ്റുമോ പോലെ? എന്നാൽ ഞാൻ എന്തായാലും അകത്തുവഴി ഒന്ന് പോയി നോക്കട്ടെ, അതൊരു രസമായിരിക്കുമല്ലോ. സാഹസികത ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങനെ എത്താൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതുവഴി ഒന്ന് പുറത്തേക്ക് ഇരിക്കുകയാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.6 5 റേഞ്ച് അങ്ങനെയാണ്. എനിക്ക് സുഖമായിട്ട് ഇവിടെ അത്യാവശ്യം സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ സീറ്റൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, വെറുതെ നിൽക്കുകയാണ്. തൈ സപ്പോർട്ട് വരുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ ഇത് കാലം ശരിക്കും മുട്ടിയാണ് നിൽക്കുന്നത്. ഒരല്പം സീറ്റ് മുമ്പോട്ട് കയറ്റിടാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇതെൻ്റെ സ്വിച്ച് ആണോ ഈ ഒരു സ്വിച്ച്? അതെ, ഇത് സിംഗിൾ ടച്ച് സ്വിച്ച് ആണ്. സ്വിച്ച് ഉണ്ട്. ഇത് വെച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അത് നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ. ഇവിടെയാണ് അതിന്റെ വേറൊരു സ്വിച്ച് വരുന്നത്. അവിടെ ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു തേർഡ് റോ സീറ്റ് എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് നിസ്സാരം 10 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമാണ് വീൽ ബേസിൽ വരുന്നുള്ളൂ. അതേ അകത്തെ സ്പേഷ്യസ് ഈ വാഹനത്തിൽ കൊണ്ടുവരാൻ മാരുതിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ തേർഡ് റോ സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, ഏകദേശം എന്നെപ്പോലെ ഹൈറ്റുള്ളവർക്ക് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ട്, സാധാരണ ബാക്ക് സീറ്റിലേക്ക് തൈ സപ്പോർട്ട് കൊടുക്കാറില്ല, നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അത്യാവശ്യം സുഖകരമായ യാത്രയാണ്. ബാക്കിലിരിക്കുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ല. കാരണം നല്ലൊരു വെൻറ്റ് വരുന്നുണ്ട്. ഒരു വിൻഡോ, അത്യാവശ്യം വലിയ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ഭീകരത മുമ്പിലേക്ക് നോക്കുമ്പോൾ നോക്കില്ല. അത്യാവശ്യം ഒതുങ്ങിയ ഒരു സ്പേസ് ആയിട്ട്, നല്ല കംഫർട്ടായിട്ട്, തൈ സപ്പോർട്ടായിട്ട് ഒരു ഹെഡ് സ്പേസും വന്ന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 5.6 ഹൈറ്റുള്ളവർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു സീറ്റിനെ മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നടുക്കത്തെ സീറ്റിൽ നമുക്ക് നടുക്കാക്കൂടെ തന്നെ വരാം, സീറ്റ് മടക്കാതെ തന്നെ വരാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞൊരു കാര്യമാണ് കേട്ടോ. എന്തായാലും നല്ല സ്പേഷ്യസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് അകത്തെ വിശേഷങ്ങൾ. ഓക്കെ. വേറെ കേസ് പറയാം. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പർ സൈഡിലായിട്ട് കപ്പ് ഹോൾഡറും ഉണ്ട്. അതുപോലെ ഒരു ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചാർജ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിത് ഇറങ്ങാൻ നേരത്തെ ഇതുപോലെ ഇങ്ങനെയാക്കിയിട്ട് ഇതുപോലെ ഇറങ്ങാനും പറ്റും. അതുപോലെ സുഖമായിട്ട് അവിടെ ടച്ച് ചെയ്ത് കണ്ടോ ഇങ്ങനെ വയ്ക്കാനും പറ്റും. അപ്പോൾ അനായാസകരമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി പുതിയതായിട്ട് മാറി വന്നു, പുതിയ ഫീച്ചേഴ്സ് വന്നു. ഇനി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യം ഇതിന്റെ പ്രൈസ് ആയിരിക്കും. പ്രൈസിനെ കുറിച്ച് കോമ്പറ്റീറ്റീവ് പ്രൈസിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ബേസ് വേരിയന്റ് നമുക്ക് 11-29 എക്സ്ഷോറൂം പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സീറ്റ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11,29,000. ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 13-29 അറേഞ്ച് വരും. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് ഓട്ടോമാറ്റിക് എക്സ്ഷോറൂം ഡ്യുവൽ ടോൺ ആൽഫ പ്ലസ് ഡ്യുവൽ ടോൺ ഒക്കെ വരുമ്പോൾ 14 രൂപ എക്സ്ഷോറൂം വരും, 17 രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ടെക്നോളജി ഒത്തിരി മാറി, കാരണം പാഡൽ ഷിഫ്റ്റ് അടക്കം വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓക്കെ. അതിന്റെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ നമ്പറൊന്നും ആയിട്ടില്ല. അതായി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊന്നും അതിന്റെ വീഡിയോ ഉറപ്പായിട്ട് ചെയ്യും, വിട്ടുകളയില്ല. 13-17 പ്രൈസിൽ നമുക്ക് ഈ വണ്ടി വേരിയന്റ് അവൈലബിൾ ആണ്. ഓക്കെ, ബുക്കിംഗും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ക്രാഫ്റ്റഡ് ഫ്യൂച്ചറിസ്റ്റിക് വേയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ച് തന്നെയാണ് വണ്ടി കൊണ്ടുവന്നത്. പിന്നെ കോമ്പറ്റേറ്റീവ് പ്രൈസ് ആണ്. നമുക്ക് ഇന്നോവ അങ്ങനത്തെ വണ്ടിയൊക്കെ നോക്കുമ്പോൾ കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു 6 പേരുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇന്നോവയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്ന ഒരു വാഹനമായിട്ട് XS മാറിയിട്ടുണ്ട്. TPMS, അതുപോലെ പാഡൽ ഷിഫ്റ്റ്, അങ്ങനത്തെ ഒത്തിരി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് വാഹനത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ സ്നേഹമാണ് നമ്മുടെ ഇന്ധനം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഞങ്ങൾക്ക് എംസിന്റെ കൊടുക്കുന്നതാണ്.